ഉത്തരേന്ത്യയിലെ പോലെ കേരളത്തിലും വർഗീയത പൂത്തുലയുകയാണ്. ഉത്തരേന്ത്യയിൽ നേരത്തെ ഉണ്ടായിരുന്ന ചില തൊഗാഡിയമാർ കേരളത്തിലും രംഗം കൈയടക്കുകയാണ്. ഇത്തരം തൊഗാഡിയമാരെ സ്വന്തം കാറിൽ കയറ്റിക്കൊണ്ട് നടന്ന് പ്രദർശിപ്പിച്ച് മുഖ്യമന്ത്രി തന്നെ അവർക്ക് പ്രോത്സാഹനം നൽകുകയും ഈ പറയുന്നവർക്കുള്ള പിന്തുണ പരസ്യപ്പെടുത്തുകയുമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ രാഷ്ട്രീയ സാംസ്കാരിക നായകന്മാർ എന്ന ഒരു വിഭാഗമൊക്കെ നേരത്തെ ഉണ്ടായിരുന്നു. ആരിൽ നിന്നും ഇതിനെതിരിൽ ഒരു പ്രതികരണം നമ്മൾ കാണുന്നില്ല. ഇങ്ങനെ ആയിരുന്നില്ല കേരളം. ഉത്തരേന്ത്യയിൽ ഇതൊക്കെ നമ്മൾ കണ്ടതാണ്. അവിടെ തല്ലിക്കൊല്ലലും പള്ളി പൊളിക്കലും മദ്രസ പൊളിക്കലും. ഈ അടുത്ത ദിവസമാണ് ഒരു പൂക്കച്ചവടക്കാരനെ അവരെ ബജ്രംഗദളുകൾ അടിച്ചു കൊന്നത്. ഈ ഇത്തരം കൊല്ലുന്നവർക്കൊക്കെ അവിടുത്തെ പോലീസിൽ നിന്ന് വലിയ പ്രോത്സാഹനമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലും ഇത് വന്നുകൊണ്ടിരിക്കുന്നു. ഈ ഇടതുപക്ഷ ഗവൺമെൻറ് 2 പ്രാവശ്യം ഇവിടെ ഭരണം നടത്തിയപ്പോഴും പോലീസ് വകുപ്പ് RSSന് പാട്ടത്തിന് നൽകിയ ഒരവസ്ഥയാണ് നമ്മൾ കണ്ടത്. ഇപ്പോൾ സർവീസിലുള്ള ആളുകൾ സർവീസിൽ നിന്ന് വിരമിച്ചാൽ BJPയിലേക്ക് പോകാനുള്ള ഒരുക്കങ്ങളും അതിൻ്റെ പ്രവൃത്തികളും നടത്തിക്കൊണ്ടേയിരിക്കുന്നു. പാലത്തായിലെ ഒരു സ്കൂൾ വിദ്യാർത്ഥിയെ പീഡിപ്പിച്ച ഒരു BJP നേതാവിനെ ആ കേസിൽ നിന്ന് ഒഴിവാക്കുവാൻ വേണ്ടി അഹോരാത്രം പരിശ്രമിച്ച അന്നത്തെ ഒരു IPSകാരി ഇപ്പോൾ റിട്ടയർഡ് ആയതിന് ശേഷം BJPയിൽ ചേരുകയും പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയും ചെയ്യുന്നത് നമ്മൾ കാണുന്നു. പലരും സർവീസിൽ നിന്ന് വിരമിച്ചാൽ ചെന്ന് കയറാനൊരിടം കാണുന്നത് സംഘി വേദികളും ആണ് എന്നതാണ് ഒരു വസ്തുത. ഇത് നമുക്ക് ആർക്കും മറച്ചു വെക്കാൻ കഴിയില്ല. ഇത്തരം കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടുന്നവരെ വർഗീയവാദികൾ എന്ന് വിളിക്കുവാൻ പലരും ഇന്ന് സജീവമായി രംഗത്തുണ്ട് എന്നതാണ് വാസ്തവം. വെള്ളാപ്പള്ളി നടേശൻ നിരന്തരമായി ഇപ്പോൾ മുസ്ലിങ്ങളെ വിമർശിക്കുകയാണ്. ഇത്തരം വിമർശകർ എടുക്കുന്ന ഒരു തന്ത്രമുണ്ട്. അത് മുസ്ലിം ലീഗിൻ്റെ പേരിൽ അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ പേരിലാണ് ഇവർ ഇത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏതാണ്ട് പോത്തിനെ ചാരി എരുമയെ തല്ലുന്ന ഒരു രീതിയാണ് ഇത്. ഇത് ഇടതുപക്ഷം നേരത്തെ നാദാപുരത്തും കുറ്റ്യാടിയിലുമൊക്കെ വളരെ ഭംഗിയായി നടത്തി വിജയിച്ച ഒരു തന്ത്രവുമാണ്. മുസ്ലിം ലീഗുകാരുടെ ഏതെങ്കിലും കുറ്റം പറഞ്ഞ് മുസ്ലിം ലീഗുകാരുടെ ആ പാർട്ടിയുടെ പേരിൽ കുറ്റം ചാർത്തുകയും അതുവഴി അവർ പല നേട്ടങ്ങളും നേടിയെടുക്കുകയും ചെയ്ത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ആ പട്ടികയിലേക്ക് ജമാഅത്തെ ഇസ്ലാമിയെ കൂടി അവർ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്ന് മാത്രം. ഇവിടെ ഈ കാര്യങ്ങൾക്കൊക്കെ പറയുമ്പോഴും മുസ്ലിം സമുദായത്തിൽ നിന്ന് ഈ പറയുന്നവർക്കൊക്കെ നല്ല പിന്തുണ ലഭിച്ചുകൊണ്ടിരിക്കുന്നു എന്നതൊരു വാസ്തവമാണ്. വാസ്തവത്തിൽ ഇത്തരം ആളുകൾ അവരുടെ പേരിനെയാണ് പരിശോധിക്കുന്നത്. അല്ലാതെ അവർ നമസ്കരിക്കുമ്പോൾ കൈ നെഞ്ഞത്ത് കെട്ടുന്നുണ്ടോ, തറാവീ നമസ്കാരം 8 റക്അത്താണോ നമസ്കരിക്കുന്നത്, അത്തഹിയ്യാത്തിൽ കൈവിരൽ ചൂണ്ടുന്നുണ്ടോ എന്നുള്ള പരിശോധന അവർ നടത്താറില്ല. അവർക്ക് ഒരു മുസ്ലിം നാമധാരി അവൻ കുറ്റകൃത്യത്തിൽപ്പെട്ടാലും എവിടെ അവൻ്റെ പേര് കേട്ടാലും മൊത്തത്തിൽ ഇസ്ലാമിനെ തീവ്രവാദികളാക്കുകയും അത് പ്രവാചകൻ്റെ പേരിലേക്ക് പറയുകയും പിന്നീട് 6-ാം നൂറ്റാണ്ടിലെ കടത്തരമാണെന്ന് പറഞ്ഞ് വികസിപ്പിക്കുകയും ചെയ്യുന്ന രീതിയാണ് ഇവിടെ നിലവിലുള്ളത്. നടേശൻ്റെ പ്രസ്താവനയ്ക്കെതിരിൽ നിന്ന് കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഒരു പ്രതികരണം നടത്തിയിട്ടുണ്ട്. ഇത് വാസ്തവത്തിൽ ഇവരിത് ബോധപൂർവം ചെയ്യുന്നതാണ്. ഇതിനെതിരിൽ ശക്തമായ ആരെങ്കിലും ഒന്ന് പ്രതികരിച്ചു കിട്ടിയാൽ അതിൽ പിടിച്ചുകൊണ്ട് വീണ്ടും വർഗീയത ഉണ്ടാക്കാം എന്ന ലക്ഷ്യത്തോടെയാണ് അവർ ഈ വെല്ലുവിളികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്.
ഇവിടെ വർഗീയത പറയുന്ന, അത് നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നവർ വർഗീയവാദികളല്ലാതാവുകയും അതിനെതിരിൽ പ്രതികരിക്കുന്നവർ മുഴുത്ത വർഗീയവാദികളായി ചിത്രീകരിക്കപ്പെടുകയും ചെയ്യുന്ന ഒരവസ്ഥയാണ് നിലവിലുള്ളത്. ചുരുക്കി പറഞ്ഞാൽ ഇവിടെ വർഗീയത ഇല്ലാതെ ആക്കേണ്ട, വരാതിരിക്കാനുള്ള ബാധ്യതയും ഈ മുസ്ലിം സമുദായത്തിൻ്റെ പേരിലാണ് വന്നുപെട്ടിട്ടുള്ളത്. എത്ര കണ്ട് മുസ്ലിങ്ങൾക്കത് സാധിക്കും എന്ന് പറയുക സാധ്യമല്ല. ഉത്തരേന്ത്യയിൽ ഇത് നിരന്തരമായി നടക്കുന്നതാണ്. ഒരു കാരണവുമില്ലെങ്കിലും പള്ളികളും മദ്രസകളും മഖബറകളും നിരന്തരമായി അവർ പൊളിച്ചുകൊണ്ടിരിക്കുന്നു. പോലീസ് അവർക്ക് വേണ്ട ഒത്താശ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ ഒരവസ്ഥ തന്നെ കേരളത്തിലും വരണം എന്നാണ് ഇവരൊക്കെയും ആഗ്രഹിക്കുന്നത്. മുസ്ലിങ്ങൾ എന്ന പേരിലാണ് ഇവരിത് പറയുന്നത്. ഏതെങ്കിലും സംഘടനയെ അവർ വെറുതെ മുന്നിലേക്ക് ഇടുകയാണ് എന്ന കാര്യം പോലും ഇവിടുത്തെ മുസ്ലിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. പലരും ഞാൻ മതേതരവാദിയാണ്, എനിക്കൊരു പ്രശ്നവുമില്ല എന്ന് കരുതുന്ന ഒരുപാട് മുസ്ലിം നാമധാരികൾ കേരളത്തിലുണ്ട്. വാസ്തവത്തിൽ മുസ്ലിം വിരുദ്ധരെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ദീനീപരമായ ചിട്ടയും മറ്റും പരിശോധിക്കേണ്ട കാര്യമില്ല. അവർക്ക് ഈ പേരിനോടാണ് അലർജിയുള്ളത് എന്നെങ്കിലും തിരിച്ചറിയുവാൻ മുസ്ലിം സമുദായം തയ്യാറാവേണ്ടതുണ്ട് എന്നാണ് എനിക്ക് പറയുവാനുള്ളത്.